തങ്കച്ചനും ഭാര്യയും മോളും അവരങ്ങനെ സൂഹിക്കണ്ട. ഒരു ബട്ടൺ അമർത്തുന്നു, നമ്മുടെ എല്ലാ സമാധാനവും സന്തോഷവും അതോടെ ക്ലോസ്. തങ്കച്ചൻ ചേട്ടന്റെ സന്തോഷത്തിന് എന്താ കുഴപ്പം? ആകെ ഉണ്ടായിരുന്ന മോള് പോയ ഒരു വിഷമം ഉണ്ടാവില്ലേ? അവള് പോയത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാനല്ലേ? അത് ഞാൻ പറഞ്ഞുണ്ടാക്കിയ കഥ. ഈ അണക്കെട്ടിനും ഈ വെള്ളത്തിനും ഈ കാണുന്ന കാടിനും ഒക്കെ സത്യം അറിയാം. ആരും ഇല്ലാത്തപ്പോ മനസ്സിൽ തോന്നുന്നു മുഴുവൻ ഞാൻ ഇവരോട് പറയാറുണ്ട്. ചിലപ്പോ വന്നിരുന്ന് കരയാറുണ്ട്. ഭ്രാന്തല്ലാട്ടോ, ഫിറ്റായിട്ടുമല്ല. എന്റെ മോൾ ഇനി വരില്ല. നീ പറഞ്ഞതുപോലെ വല്യമ്മച്ചി വല്യപ്പച്ചാന്ന് വിളിച്ച് അവളുടെ മക്കളും വരില്ല. അവൾ ഈ ലോകത്തേന്ന് പോയടാ. ഗുജറാത്തിൽ നഴ്സിംഗ് പഠിക്കാൻ പോയതല്ലേ, ചെന്ന് പെട്ടത് കുഴപ്പം പിടിച്ചൊരു കൂട്ടത്തില. ചതിയായിരുന്നു. 3 കൊല്ലത്തെ പഠിപ്പ്, അത് കഴിഞ്ഞ വിദേശത്ത് ജോലി എന്നൊക്കെ കേട്ടപ്പോ എന്റെ മോൾക്കൊരു മോഹം തോന്നിയതാ. ഒരു ദിവസം അവളെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു ഫോൺ കോൾ. ഭാഗ്യത്തിന് അന്വേഷിക്കാൻ ഞാൻ ഒറ്റയ്ക്കാ പോയത്. കണ്ടു, മോർച്ചറിയിൽ അപ്പച്ചന്റെ വരവും കാത്ത് തണുത്ത് മരവിച്ച് അങ്ങനെ കിടക്കുന്നു. കൊന്നതാ. അതിന്റെ വിത്തും വേരും തേടി പോണ്ടാന്ന് അവിടെയുള്ള മലയാളികൾ പറഞ്ഞു. തിരിച്ചു പോരുമ്പോ ഞാൻ ഓർത്തു, എന്തിനാ ശോശാമ്മ ഇതറിയണേ? പൊന്നുപോലെ കൊണ്ടു നടന്നിരുന്ന മോള, അവൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ആ സങ്കടം ഈ നെഞ്ചിനകത്ത് മാത്രമേ ഉള്ളൂ. അത് മതി. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ വേദനിക്കാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഡാ, എന്നെ മുതലാളിന്ന് വിളിക്കാൻ പാടില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്ത് വിളിക്കാനാ പറഞ്ഞിട്ടുള്ളത്? പറയടാ. അപ്പച്ചൻ. എന്തെന്ന്? അപ്പച്ചൻ. നിക്കാൻ പറഞ്ഞ നിനക്ക് കിട്ടുമോ എന്റെ കയ്യിൽ നിന്ന്?